ഹായ് ഫ്രണ്ട്സ്, മിന്നി മിന്നുവിലേക്ക് സ്വാഗതം. ഒരു നല്ല കുറ്റി കുരുമുളക് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിനോടൊപ്പം ടോപ്പ് ഷൂട്ട് കുരുമുളക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞു തരാം. ഇപ്പോൾ നല്ല മഴക്കാലമാണല്ലോ. ഏത് ചെടിയുടെയും കമ്പ് ഇപ്പോൾ നട്ടാൽ വേര് പിടിക്കുന്ന സമയം. അതുപോലെ തന്നെയാണ് ഈ കുരുമുളകിൻ്റെ കാര്യത്തിലും. റൂട്ടിംഗ് ഹോർമോണിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. മരത്തിൽ പടർന്നു പോകുന്ന വള്ളിക്കുരുമുളകിൻ്റെ ശാഖയായിട്ടുള്ള ഈ ഭാഗം കട്ട് ചെയ്ത് വെച്ചാലാണ് കുറ്റിക്കുരുമുളക് ഉണ്ടാകുന്നത്. അവിടെ വേര് പിടിച്ച് കിട്ടിയാൽ നല്ല ഒരു കുറ്റിക്കുരുമുളക് ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടൊന്നും വേര് പിടിച്ച് കിട്ടിയിട്ടില്ല. അതെല്ലാം ഉണങ്ങിപ്പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഈ കാണുന്ന കുറ്റിക്കുരുമുളകിൻ്റെ പടർന്നു പോകുന്ന ഭാഗം കട്ട് ചെയ്ത് എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതിൽ നിന്നും നല്ലൊരു കുറ്റിക്കുരുമുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഞാൻ ഈ രീതിയിൽ തന്നെ ഒരുപാട് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഈ തണ്ടിൻ്റെ ശാഖ പോലെ പോകുന്ന ഈ ഭാഗമാണ് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാൻ അനുയോജ്യം. മരത്തിൽ പറ്റിപ്പിടിച്ച് കയറാനുള്ള വേരുകളാണ് ഇത്. അതായത് പറ്റുവേര്. ഇത് മണ്ണിൽ നട്ടാൽ ആ ഭാഗത്തുകൂടി മണ്ണിലേക്ക് ഇറങ്ങുന്ന വേര് ഉണ്ടായി വരും. അങ്ങനെ നമുക്ക് നല്ലൊരു കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നേരിട്ട് മണ്ണിൽ നടുന്നതിന് പകരം മണലിലോ എംസാൻഡിലോ നമ്മൾ നട്ട് വെക്കുകയാണെങ്കിൽ എളുപ്പത്തിന് വേരുണ്ടാകുകയും നല്ല ഒരു പ്ലാന്റായിട്ടത് മാറുകയും ചെയ്യും. കുറ്റിക്കുരുമുളക് നടുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് വർഷം മുഴുവൻ അതിനകത്തുനിന്ന് കുരുമുളക് കിട്ടും. നമുക്ക് പച്ച കുരുമുളക് കറിക്കും മീൻ പൊള്ളിക്കാനും എല്ലാം നമുക്കത് എടുക്കാം. ഇതുപോലെ കുറേ കുരുമുളകിൻ്റെ തൈകൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തൈയിൽ നിന്നും കുറേ അധികം കുരുമുളക് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ശേഖരിച്ചെടുക്കുന്ന കുരുമുളക് നല്ലതുപോലെ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 10 വർഷക്കാലമെങ്കിലും നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇതാണ് കുരുമുളകിൻ്റെ ഒരു പ്രത്യേകത. നോക്കൂ, ഇതാണ് ടോപ്പ് ഷൂട്ട് പ്ലാന്റ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു PVC പൈപ്പിലാണ്. കണ്ടാൽ വള്ളിക്കുരുമുളകാണെന്നേ തോന്നുകയുള്ളൂ. എന്നാൽ ഇത് വള്ളിക്കുരുമുളക് അല്ല. കാരണം ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നട്ട് കഴിഞ്ഞാൽ, അതായത് വേര് പിടിച്ച് കിട്ടിയാൽ ഉടനെ തന്നെ അതിൽ കുരുമുളക് ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇത്രയും വളർന്ന് പടർന്ന് കയറുന്നതിന് മുൻപ് തന്നെ അതിനകത്ത് കുരുമുളക് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇതാണ് വള്ളിക്കുരുമുളക് നടാനെടുക്കുന്ന ഭാഗം. ഇത് നമ്മൾ കട്ട് ചെയ്ത് ഒരു മരത്തിൻ്റെ കുറച്ച് അകലെ മാറ്റി നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇത് വളർന്നു വന്ന് നല്ലൊരു കുരുമുളകായിട്ട് മാറുകയും ചെയ്യും. ഇതിൽ ടോപ്പ് ഷൂട്ടിലേതുപോലെ തന്നെ ഉടനെയൊന്നും ഇതിനകത്ത് കുരുമുളക് ഉണ്ടാകത്തില്ല. 2-3 വർഷം കാത്തിരിക്കണം ഇതിനകത്ത് ഒരു കുരുമുളക് ഉണ്ടാകാൻ വേണ്ടി. ഇനി ടോപ്പ് ഷൂട്ട് പ്ലാന്റ് എങ്ങനെയാണ് നടുന്നത്, ഏത് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് നടേണ്ടതെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ടോപ്പ് ഷൂട്ട് പ്ലാന്റായിട്ട് എടുക്കേണ്ടുന്നത്. കണ്ടോ, ഇതിനകത്ത് വേരുകൾ വന്നിരിക്കണം. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതുപോലെ ശാഖകൾ ഉണ്ടാകണം. അതിനകത്ത് തിരികൾ ഉണ്ടാകുന്നതാണെങ്കിൽ നല്ലതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും മുകളിലേക്ക് പടർന്നു കയറുന്ന ഭാഗമാണ് ടോപ്പ് ഷൂട്ട് എന്ന് പറയുന്നത്. ആ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ PVC പൈപ്പിൽ നട്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അതിൻ്റെ മുകളിൽ നിന്നും കയ്യെത്തി എടുക്കാൻ സാധിച്ചത്. വലിയ മരത്തിലാണെങ്കിൽ അത് കിട്ടുമെങ്കിൽ അങ്ങനെയുള്ളത് സംഘടിപ്പിച്ചെടുത്തതിന് ശേഷം അത് നട്ട് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ടോപ്പ് ഷൂട്ട് പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ് ഇത്. ഞാൻ ഒരുപാട് കുരുമുളക് തൈകൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും എനിക്ക് ഒരുപാട് കുരുമുളകും കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. ഇപ്രാവശ്യം കണ്ടോ, ഇതിലെല്ലാം തിരികളുണ്ടായി വരുന്നുണ്ട്. ഓരോ തളിരിലകളുടെയും കൂടെ
തിരികൾ ഉണ്ടായി വരും എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ കുറ്റി കുരുമുളകിന് ഉള്ളത്. ഈ കുറ്റി കുരുമുളകിൽ നിന്നും തന്നെ നമുക്ക് വേറെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടോ, ഈ ഭാഗം കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് വേറെ ഒരു കുറ്റി കുരുമുളക് ഉണ്ടാക്കാം. അവിടെ കണ്ടോ വേര് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് അതിനകത്ത് വേരുണ്ടാകുകയും ചെയ്യും. ഈ മഴക്കാലം തീരുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഇതുപോലെ കുറ്റി കുരുമുളകൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണേ. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വേര് പിടിപ്പിച്ചതിന് ശേഷം ഒന്നുകിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ നട്ട് പിടിപ്പിച്ചാൽ മതി. ഉടനെ തന്നെ അതിനകത്ത് കുരുമുളക് ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് വരേണ്ട കുറ്റി കുരുമുളക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. അതുപോലെ തന്നെ ടോപ്പ് ഷൂട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അത് PVC പൈപ്പിലൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ മരത്തിലോ അല്ലെങ്കിൽ ചെറിയ കുറ്റി ചെടികളിലോ നട്ട് വെച്ചാൽ മതി. അത് ഉടനെ തന്നെ അതിനകത്ത് കുരുമുളക് ഉണ്ടാകും. ഒരുപാട് വർഷമൊന്നും കാത്തിരിക്കേണ്ട, ഉടനെ തന്നെ ഉണ്ടാകുകയും ചെയ്യും. ഞാൻ എംസാൻഡിനകത്താണ് മുൻപേ കട്ട് ചെയ്തെടുത്ത കുറ്റി കുരുമുളകിൻ്റെ ചെറിയ കമ്പുകൾ നടാൻ പോകുന്നത്. കണ്ടോ, ആ കട്ട് ചെയ്തെടുത്ത കമ്പുകൾ ഞാൻ ഇതിനകത്തോട്ട് നട്ട് കൊടുക്കുകയാണ്. 1-2 ആഴ്ചകൾ കഴിയുമ്പോൾ ഇതിനകത്ത് വേര് വരികയും ഇത് നല്ലൊരു കുരുമുളകാകുകയും ചെയ്ത് മുൻപേ ഞാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു കുറ്റി കുരുമുളകിൻ്റെ ഒരു തൈയാണ്. കണ്ടോ, ഇതിൽ നല്ലതുപോലെ വേര് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൽ നല്ലതുപോലെ വേരുണ്ട്. ഇങ്ങനെ വേര് വന്നതിന് ശേഷം മാത്രം നമ്മൾ നല്ല മണ്ണിലോട്ട് വളമൊക്കെ ചേർത്തുള്ള മണ്ണിലോട്ട് നട്ട് കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അതിനകത്ത് കുരുമുളക് ഉണ്ടാകും. വേര് പിടിച്ച ആ കുരുമുളകിൻ്റെ തൈയെ നടാം. അതിന് ആവശ്യമായിട്ട് മേൽമണ്ണും അല്പം ചാണകപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയും അല്പം വേപ്പും പിണ്ണാക്കൂടൊക്കെ ചേർത്ത് ഇളക്കിയെടുത്ത ഒരു മിശ്രിതത്തിനകത്ത് നമുക്ക് നട്ട് കൊടുക്കാം. അത് ഞാൻ ഈ ചെറിയ ഗ്രോ ബാഗൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അല്ലാത്ത സാധാ കവറിലാണ് ഞാൻ നടുന്നത്. അതും ബേക്കറിയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുന്ന കവറ്, അങ്ങനെയുള്ള കവറാണ് ഇപ്പം കിട്ടിയത്. അതിനകത്ത് നടാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതിന്. ഹോൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് അതിന് നടുഭാഗത്തൂടെ കട്ട് ചെയ്തതിന് ശേഷം അതൊരു ഹോൾസൊക്കെ ഉണ്ടാക്കി നടാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ എല്ലാ ചെടികളും നടുന്നത്. ഈ കവറിൽ നട്ടാൽ തന്നെ 1-2 ആഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ അതിനകത്ത് കുരുമുളക് ഉണ്ടാകാൻ തുടങ്ങും. പക്ഷേ നമുക്ക് ഇച്ചിരിയുടെ വലിയ കവറിൽ നടുമ്പോഴാണല്ലോ ഒരുപാട് കുരുമുളക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പിന്നീട് ഞാൻ ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ വലിയ ചെടിച്ചട്ടിയിലേക്കോ നടാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിനകത്ത് നട്ട് ഒന്ന് ശരിയാക്കി എടുക്കാം. കുറ്റിക്കുരുമുളക് നട്ടതിന് ശേഷം അല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. അതെല്ലാം കൊടുത്തതിന് ശേഷം തണലത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഈ മണ്ണിലേക്കൊന്ന് അത് വേര് പിടിച്ചിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അല്പം വെയിലുള്ള ഭാഗത്തേക്ക് വെച്ചാൽ മതി. ഒരുപാട് വെയിലുള്ള ഭാഗത്ത് തന്നെ വെച്ചാൽ കുരുമുളക് ഉണങ്ങിപ്പോകാനാണ് ചാൻസ്. ഒരു ശകലം വെയിലുള്ള ഭാഗത്ത് വെച്ചാൽ അവിടെ നിന്ന് നല്ലതുപോലെ അത് പിടിച്ചോളും. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.